ഒരു ഇന്ത്യൻ മെയ്ഡ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് എന്ന് പറയുന്ന ആ ഒരു ആശയമായിട്ടാണ് അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. ഇവരൊരു ഫസ്റ്റ് മോഡൽ നമുക്കറിയാം F77 എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ബൈക്ക് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേഷൻ അല്ല, അതിൻ്റെ ഒരു സെക്കൻഡ് മോഡൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഉള്ള മാക് 2 എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് എത്തിയത്. അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ മാസമാണ് ഈ വാഹനം ലോഞ്ച് ചെയ്ത്. ഇതിൻ്റെ ഒരു ഡിസൈൻ, ഈ വാഹനത്തിന് എന്തൊക്കെ സവിശേഷതകളുണ്ട്, ഈ വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് നമ്മൾ ആ ലോഞ്ചിൽ തന്നെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുള്ളത് ഈ വാഹനത്തിൻ്റെ മീഡിയ റൈഡിലാണ്. അപ്പം ഇതിൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ എത്തിക്കുന്നത്. അപ്പം നമുക്ക് എന്തായിട്ടും ഇതിൻ്റെ റൈഡിലേക്ക് പോകാം. കുറച്ചും കൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണിത്. അതിനുള്ളൊരു TFT സ്ക്രീന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ആദ്യം കാണുന്ന ഈ വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വാഹനം റീകോൺ എന്ന് പറഞ്ഞാൽ 2 വേരിയൻറ്റിലാണ് ഈ വാഹനം എത്തുന്നത്. നമുക്കറിയാം F77 മാക് 2 എന്ന് പറയുന്ന ആ ഒരു മോഡലും, പിന്നെ അതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റ് പോലെ F77 റീകോൺ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടി സ്റ്റെല്ലാർ വൈറ്റ് കളറാണ്. ഇതിൻ്റെ ഒരു IMEI നമ്പർ ഇതാണ്. അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കിട്ടും. അവിടെ നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് പോയി നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ നമ്മൾ നോക്കിയത് മൈ F77 എന്ന് പറയുന്ന ആ ഒരു ഐക്കണിലുള്ളതായിരുന്നു. ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നാവിഗേഷൻ ഉണ്ട്, മൈ ട്രിപ്സ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, കൺട്രോൾസ് ഉണ്ട്. നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഈ വാഹനത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ കണക്ടിവിറ്റിക്കായിട്ട് ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി സ്റ്റാറ്റസ്, ടയർ പ്രഷർ മോണിറ്റർ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. നമുക്ക് ജസ്റ്റ് നാവിഗേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓഫ്ലൈൻ മാപ്പ് ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ള ട്രിപ്പ് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒരു സെറ്റിങ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, റഡാർ തീംസ് കാര്യങ്ങൾ, അതുപോലെ മോഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ സൗണ്ട്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇതിനകത്ത് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൽ 10 ലെവൽസ് ഓഫ് റീജനറേഷൻ ബ്രേക്കിംഗ് വരുന്നുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മൾ ലെവൽ 5-ലാണുള്ളത്. അത് R5 എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 0 ഉൾപ്പെടെയാണ് 10 വരുന്നത്. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൊരു ഫീച്ചർ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ട്രാക്ഷൻ കൺട്രോളും 3 ലെവൽസ് ഓഫ് ട്രാക്ഷൻ കൺട്രോളിനകത്ത് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. T1, T2, T3. അതായത് T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പോർട്ട് മോഡിന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്ഷൻ കൺട്രോളാണ്. T2 എന്ന് പറയുമ്പോൾ അത് സ്ട്രീറ്റ് മോഡാണ്. T3 എന്ന് പറയുമ്പോൾ റെയിന്. അങ്ങനെ 3 ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോളും ഈ വാഹനത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഒരു ഹിൽ ഹോൾഡ് ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, ഒരുമാതിരി നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ നമ്മൾ പലതിലും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കയറ്റത്തിൽ നമ്മൾ നിർത്തുവാണെങ്കിൽ നമുക്ക് ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ ഈ ഒരു ഫീച്ചറിലൂടെ നമുക്ക് വാഹനം നിർത്താൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ കണക്ടിവിറ്റി ഇതിലുള്ളത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സംവിധാനമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ തന്നെ ഒരു ആപ്പും ഉണ്ട്. അതുവഴി നമുക്ക് വാഹനത്തിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ടയർ പ്രഷർ മോണിറ്റർ നോക്കിയാലും മുമ്പിലും ബാക്കിലെയും ആ ഒരു ടയർ പ്രഷർ എത്രയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ, അല്ലെ ഇലക്ട്രിക് ബൈക്കുകളിൽ ആദ്യത്തെ, വേൾഡിൽ തന്നെ ആദ്യത്തെ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൻ്റെ വേറൊരു ഹൈലൈറ്റ്. അതിൽ നമ്മൾ ഇലക്ട്രിക് ബൈക്കുകളിൽ തന്നെ ഫസ്റ്റാണ് ഇതിൻ്റെ ഒരു ഡ്യുവൽ ചാനൽ ABS അത് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ, അത് വേൾഡിൽ തന്നെ ഫസ്റ്റാണ് ഇവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഫീച്ചറുമാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റിങ്, ഒരു 5 ലെവൽ സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് IP67 റേറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തെർമൽ ടെസ്റ്റ് ആണെങ്കിലും, മെക്കാനിക്കൽ ടെസ്റ്റ് ആണെങ്കിലും, ഇലക്ട്രിക്കൽ ടെസ്റ്റ് ആണെങ്കിലും, ഇലക്ട്രോണിക് ടെസ്റ്റ് ആണെങ്കിലും, അങ്ങനെ ഒരു 5 ലെവൽ ടെസ്റ്റിംഗ് സംവിധാനത്തിൽ കൂടെ കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഇവർ ഒരുക്കിയിട്ടുള്ളത്. 10 റീജിയൻ ലെവലാണ് ഇതിൽ വരുന്നത്. അതിൽ 1 0 ബാക്കി 9 റീജിയൻ ലെവൽ വരുന്നുണ്ട്. ആ റീജനറേഷൻ സംവിധാനത്തിൽ കൂടെ 30 മുതൽ 40% വരെ പവർ ഈ ഒരു ബാറ്ററിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെന്നുള്ളതാണ് അൾട്രാ വയലറ്റ് അവകാശപ്പെടുന്നത്. കംപ്ലീറ്റ് നമ്മൾ റീജൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. പിന്നെ നമുക്ക് വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ ബ്രേക്കിങ്ങിൻ്റെ ഇപ്പം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. നമ്മൾ റീജൻ ലെവൽ മാറുന്നതിനനുസരിച്ച് ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു 9ാമത്തെ ലെവലിൽ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ വൺസ് നമ്മൾ ആക്സിലേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് പോലും ഇല്ലാതെ വിത്തിൻ സെക്കൻഡ്സിൽ വാഹനം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഇപ്പം ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ശരിക്കും പവർ തിരിച്ച് കയറുന്നുണ്ട് ഈ വാഹനത്തിലേക്ക്. അത് ഓരോ ലെവലിനനുസരിച്ച് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ്ലി ബ്രേക്കിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് 0 ലെവലിൽ, അതായത് 0 സ്പീഡിൽ തന്നെ നമുക്ക് കുറച്ച് കൊണ്ട് നിർത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വേറൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടുത്തിട്ട് ഡെൽറ്റ വാച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ്.
ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്ന വണ്ടിയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കുലുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചാരി നിൽക്കുക, വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് അലേർട്ട് വരും. അതിന് പുറമെ ഈ വാഹനം തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ തരും. പെർ സെക്കൻഡ് ഏതാണ്ട് 3000 കമാൻഡുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച് എല്ലാ ആളുകൾക്കും ഉള്ളൊരു ആശങ്ക, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ്, വാറണ്ടി തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ആശങ്കയ്ക്കിടം ഇതിൻ്റെ നിർമ്മാതാക്കൾ കൊടുക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം 8 ലക്ഷം കിലോമീറ്ററിൻ്റെ വാറണ്ടിയാണ് ഈ വാഹനത്തിന് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ നിലവിലുള്ള ഇലക്ട്രിക് കാറാണെങ്കിലും ഇലക്ട്രിക് ബൈക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും ഒന്നിലും ശരിക്കും ഈ ഒരു വാറണ്ടി ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലിപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഗ്ലൈഡ് എന്ന് പറയുന്ന ആ ഒരു മോഡാണ്. റീജൻ നമ്മൾ കംപ്ലീറ്റ്ലി 0 ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇത് റീജൻ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ്. ഇപ്പോൾ റീജൻ കംപ്ലീറ്റ് ഓഫാണ്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് നോർമൽ മോഡ്, അതായത് റീജൻ കാര്യങ്ങൾ ബ്രേക്കിംഗ് ഒന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്ലൈഡ് മോഡിൽ ഫസ്റ്റ് ലെവൽ റീജൻ ഓൺ ചെയ്യുകയാണ്. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ മാർക്ക് R3 വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പിടുത്തം, ആ ഒരു ഫ്രിക്ഷൻ നമുക്ക് ശരിക്കും ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 9 വരെ എത്തിച്ച് നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ റിലീസ് കഴിഞ്ഞാൽ വണ്ടി പ്രോപ്പർ ബ്രേക്കിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് വിത്തിൻ മീറ്റേഴ്സിനുള്ളിൽ തന്നെ വാഹനം നിൽക്കും. നമ്മൾ പിന്നെ ആണെങ്കിൽ പിന്നെ ആക്സിലേറ്റർ കൊടുക്കുക. പക്ഷേ ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫ്രിക്ഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡിലേക്ക് വന്നു. അത് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. 82% ചാർജിൽ ആ ഒരു മോഡിലേക്ക് മാറ്റിയപ്പോൾ 173 കിലോമീറ്ററാണ് ഇപ്പം റേഞ്ച് വരുന്നത്. ഇപ്പം R3 തന്നെയാണ് റീജൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫ്രിക്ഷനും ആ ഒരു പിടുത്തവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കോമ്പാറ്റ് മോഡിലേക്ക് മാറി. കോമ്പാറ്റ് മോഡിലാണെങ്കിലും ഇപ്പോൾ R9, അതായത് റീജൻ്റെ ലെവൽ 9ാമത്തെ ലെവലിലാണല്ലോ. നമ്മളത് കംപ്ലീറ്റ് ഒഴിവാക്കുകയാണ്. റീജൻ നമ്മൾ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തു. റോട്ടിൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ബാലിസ്റ്റിക്, ഇതാണ് ശരിക്കും പെർഫോമൻസ് മോഡ്. നമ്മൾ ഇതിലൊരു നമ്മുടെ ആ ഒരു റെസ്പോൺസീവ് എന്തോരമാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് എക്സ്പ്ലോർ ചെയ്യുന്നത് ശരിക്കും ഈ ബാലിസ്റ്റിക് മോഡിൽ തന്നെയാണ്. ശരിക്കും പവർഫുൾ മോഡാണ്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ചാർജിങ് അതായത് റേഞ്ച് 157 കാരണം അത്ര തന്നെ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. എടുത്ത് പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഒരു ഹാൻഡിലിംഗ് ഒക്കെയാണ്. ഇതിൻ്റെ ഫുൾ വെയിറ്റ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിലായിരുന്നു. കാരണം ബാറ്ററി ഇവിടെയാണ്, ഇലക്ട്രിക് മോട്ടർ എല്ലാം ഈ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി വെയിറ്റ് ഈ ഒരു ഏരിയയിലാണ് ഈ വാഹനത്തിന് വരുന്നത്. പക്ഷെ അത് നമ്മുടെ വാഹനത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിനെയോ പെർഫോമൻസിനെയോ നമ്മുടെ ഹാൻഡിലിങ്ങിനെയോ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡ് എടുക്കുവാണെങ്കിലും കോർണറിങ് ആണെങ്കിലും എല്ലാം എന്താ പറയുക, നമുക്ക് നല്ല കോൺഫിഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു വെയിറ്റ് നമുക്ക് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് എർഗോണമിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു അപ്രൈറ്റ് പൊസിഷനും അല്ല, എന്നാൽ പ്രോപ്പർ ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ബൈക്കിൻ്റെ ഒരു പൊസിഷനും അല്ല. ശരിക്കും ഒരു റെഗുലർ യൂസിനും കൂടെ പറ്റുന്ന രീതിയിൽ എന്താ പറയുക, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എർഗോണമിക്സ് ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇത്ര നാൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു ഇതിൻ്റെ നെറ്റ്വർക്ക് എങ്കിൽ ഏതാണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് ഇവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി, കാലിക്കട്ട് തുടങ്ങിയ ടൗണുകളിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഷോറൂം ഓപ്പൺ ആകുന്നുണ്ട്. അൾട്രാവയലറ്റ് F77 Mark II നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി, വാഹനത്തിൻ്റെ കൺട്രോളിങ്, വാഹനത്തിന് നമ്മൾ കോർണറിങ് എടുക്കുന്നത് എല്ലാം നമ്മൾ പറഞ്ഞു. ഭയങ്കര ഒരു പെർഫെക്റ്റ് സ്പോർട്സ് ബൈക്കിൻ്റെ എല്ലാ പെർഫോമൻസും ഈ വാഹനം നമ്മൾ തരുന്നുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു സസ്പെൻഷൻ നമ്മൾ എടുത്തു പറയണം. ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള സസ്പെൻഷൻ സംവിധാനം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. മുൻ മോഡലിന് എന്തൊക്കെ വ്യത്യാസം വരുത്തിയാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ആ ഒരു 10 ലെവല് റീജനറേഷൻ, അതുപോലെ 3 മോഡ്സ് ഓഫ് ട്രാക്ഷൻ കൺട്രോൾ, ഇത്രയാണ് ഈ വാഹനത്തിൽ പുതുമ വന്നിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് റേഞ്ച് കൂടിയിട്ടുണ്ട്. മുൻ മോഡലിനേക്കാളും റേഞ്ച് വർദ്ധിച്ച് 323 കിലോമീറ്റർ IDC ക്ലെയിംഡ് റേഞ്ച് ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. 2 വേരിയൻറ്റിലാണ് ഇത് എത്തുന്നത്. നോർമൽ Mark II, അതുപോലെ റീകോൺ എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ്. 10 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്തരം മെക്കാനിക്കലായിട്ടുള്ള സാങ്കേതിക വിദ്യയിലും മെക്കാനിക്കലും വലിയ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഇന്ത്യൻ മെയ്ഡ് ഇലക്ട്രിക് സ്പോർട്സ് ബൈക്ക് എന്ന രീതിയിൽ വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് അപ്ഡേഷനിലും ഈ വാഹനത്തിൽ വരുത്തിയിട്ടുള്ളത്.